hello everyone. Welcome to our channel. Channel subscribe ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന വളരെ സ്വാദിഷ്ടമായ എല്ലാവർക്കും പൊതുവെ ഇഷ്ടമുള്ള ലഡു ആണ്. സാധാരണ നമ്മൾ ലഡു പ്രിപ്പയർ ചെയ്യാറുള്ളത് കടലമാവ് വെച്ചിട്ടാണല്ലേ. എന്നാൽ നമ്മൾ ഇന്ന് പ്രിപ്പയർ ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ റേഷനരി വെച്ചിട്ടാണ്, നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കുത്തരി അത് വെച്ചിട്ടാണ് നമ്മൾ ലഡു പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അതിന് വേണ്ടിയിട്ട് 2 കപ്പ് റേഷനരി വേണം. അത് നമ്മൾ വെള്ളത്തിലിട്ട് ഒരു 2 മണിക്കൂർ വെച്ച് കുതിർത്ത് വെള്ളം ഊറ്റി മാറ്റി വയ്ക്കുക. എന്നിട്ടാണ് നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമുക്കിനി ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് 1 കപ്പ് പാല് വേണം, പിന്നെ 1 കപ്പ് പഞ്ചസാര വേണം, 1 കപ്പ് നാളികേരം ചിരണ്ടി വെച്ചത്, പിന്നെ നമ്മൾ കളറിന് പകരം മഞ്ഞൾപ്പൊടിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നാച്ചുറലായിട്ട് കളറൊക്കെ ഭയങ്കര കെമിക്കലൊക്കെ ചേർത്തല്ല, അതുകൊണ്ട് നമ്മളിവിടെ മഞ്ഞൾപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ലഡുവിൽ കഴിക്കുമ്പം കപ്പലണ്ടിയും അതുപോലെ ഉണക്കമുന്തിരിയൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് ഉപയോഗിക്കാം. നമ്മൾ ആ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യം ഒരു ചട്ടി എടുത്ത് അതിനെ കുറിച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ആ വെള്ളമൊക്കെ പോയ അരി എടുത്ത് നന്നായിട്ട് വെള്ളമൊക്കെ പോയെന്ന് ഉറപ്പ് വരുത്തണം. അരി എടുത്ത് നമ്മൾ ആ നെയ്യിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ അരി നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ ഒരു ബ്രൗൺ കളറിലോട്ട് മാറും. അതാണ് നമ്മുടെ പാകം. അത്ര ആവുന്നോടെ വരെ നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. നമ്മുടെ അരി ഇപ്പം പയ്യെ വഴണ്ട് വരുന്നുണ്ട്. കളറൊക്കെ മാറിയത് കാണാൻ നിങ്ങൾക്ക്. ഒരു ബ്രൗൺ കളറിൻ്റെ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങയിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സായി വന്നു കഴിയുമ്പോൾ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പഞ്ചസാര ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര ആയിട്ട് എടുത്തേക്കണേ. മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, എന്ന് വെച്ചാൽ ലഡുവിലൊക്കെ നല്ല മധുരം ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ പഞ്ചസാര എടുക്കാം. അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ പഞ്ചസാരയുടെ അളവ് നമുക്ക് മാറ്റാം, ഒരു കുഴപ്പമില്ല. നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് നമുക്ക് കുറച്ച് നേരം ചൂടൊന്നാറാൻ വെച്ചിട്ട് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് അരിയൊക്കെ ഒന്ന് പൊടിഞ്ഞ് നല്ല രീതി വരണ്ടേ. അപ്പോൾ നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നല്ല എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള നല്ലൊരു പൊടി കിട്ടും. നമുക്ക് കുഴയ്ക്കാനൊക്കെ എളുപ്പത്തിന് നല്ല ആയിട്ടുള്ളൊരു പൊടി കിട്ടും. ഇനി അതിൻ്റെ അകത്തേക്ക് വേണം നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കാനായിട്ട്. ലഡു കഴിക്കുമ്പം കപ്പലണ്ടി മുന്തിരിയൊക്കെ കടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഇതുപോലെ നെയ്യിൽ കുറച്ച് കപ്പലണ്ടി ഉണക്കമുന്തിരിയൊക്കെ വഴറ്റിയിട്ട് നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിരിക്കുന്ന മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ചില ആൾക്കാർക്ക് അത് അങ്ങനെ കഴിക്കണം ഭയങ്കര ഇഷ്ടമാണ്. ചില ആൾക്കാർക്ക് അതൊട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ ചെയ്യണ്ട. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചേക്കുന്ന ആ മിക്സിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കളർ കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ നമ്മുടെ ഫുഡ് കളറിങ് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. മഞ്ഞൾപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഒരുപാട് ഇട്ട് കൊടുത്തൊരു കുത്തുന്ന ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. ഇപ്പോൾ ഇതിൽ അതുകൊണ്ട് തന്നെ കുറച്ച് കളർ കുറവാണ് ലഡുവിന്, എന്നാൽ ടേസ്റ്റ് ഭയങ്കര കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കൊന്ന് കുഴച്ചെടുക്കണ്ടേ, അതിന് വേണ്ടിയിട്ട്. നമ്മളിനി പാല് പയ്യെ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കുക. നമുക്ക് ആ ഒരു കുഴയ്ക്കുമ്പോഴുള്ള കൺസിസ്റ്റൻസി അറിയാലോ, നമുക്ക് ഉരുട്ടാനായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി. ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നോടം വരെ നമ്മൾ പയ്യെ പാൽ ആഡ് ചെയ്ത് നല്ല രീതിയിലൊന്ന് കുഴച്ച് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവാക്കി കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. ഇനി നമ്മൾ നല്ല രീതിയിലൊന്ന് ഉരുട്ടി ലഡുവിൻ്റെ ഷേപ്പ് ആക്കി എടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിൾ അല്ലേ. നമ്മൾ റേഷനരി കൊണ്ട് കടലമാവൊക്കെ ഇപ്പം ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് പലർക്കും കിട്ടാനൊന്നും ഉണ്ടാവില്ല. അരിയാകുമ്പോൾ എന്തായാലും എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ലഡു ഒക്കെ കഴിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. വളരെ ടേസ്റ്റാണ്. നമ്മൾ കടലമാവ് കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും വലിയ വ്യത്യാസമൊന്നും ഇല്ല. വളരെ സിമ്പിളായിട്ട് എന്നാൽ വളരെ ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ലഡു ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.